ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു പുഡിങ് ഉണ്ടാക്കി നോക്കാം. ഡബിൾ ലെയർ ആയിട്ടുള്ള. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് മുന്തിരി, ജ്യൂസിനൊക്കെ എടുക്കുന്ന മുന്തിരിയാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അധിക നേരം വേവിക്കരുത്. അധിക നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഒന്ന് തിളച്ച് മുന്തിരിയൊക്കെ ആ തൊലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരണ അപ്പോഴേ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഈ പുഡിങ് നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, കോൺഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള കോൺഫ്ലവർ റെഡിയാക്കാം. വേറൊരു പാത്രം എടുത്ത് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്തിട്ടുണ്ട്, ഇനി കുറവാണെന്നോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഒരു ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം അടുത്ത ലെയറിനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഇനി അടുത്ത ലെയറിനുള്ള കൂട്ട് റെഡിയാക്കാം. 2 ഗ്ലാസ് പാല്, അതിക്ക് ആവശ്യത്തിന് ഷുഗർ, നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺഫ്ലവർ 2 സ്പൂണ്, അത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം ഇപ്പോൾ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പുഡിങ്ങാണ്.